രാമനോട് എത്ര പറഞ്ഞാലും അവന് മനസ്സിലാകില്ല. പോയി പോയി ആ മന്ത്രയെ പോലുള്ള ഭാർഗവി മേമയാണ് വിശ്വാസം. ഈ ഫ്രണ്ടിന് അവന് വിശ്വാസമില്ല. രാമ, നിനക്കറിയില്ല രാമ, അവരെത്ര വലിയ വിഷമാണെന്ന്. ഒന്നറിഞ്ഞു വെച്ചോ, അവസാനം വരെ ഞാനേ ഉണ്ടാവുള്ളൂ, ആ മേമയല്ല. എടാ, എന്റെ മനസ്സ് പറഞ്ഞത് നീ കേട്ടോ? അതുകൊണ്ടാണോ നീ വിളിക്കുന്നേ? സീതയോ? സീത എന്തിനാ ഈ നേരത്ത് കോൾ ചെയ്യുന്നേ? ഹലോ, പറയൂ സീത. അശോക് അങ്കിൾ, ഞാനാ സുബി. പറയൂ സുബി. സോറി ആഘോഷ് അങ്കിൾ, ഞങ്ങള് കാരണമല്ലേ ഇങ്ങനെയൊക്കെ ആയത്. ഹേ, എന്തിനാ അങ്ങനെ പറയുന്നേ? നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഡോണ്ട് വറി. സിഹിയ നിങ്ങളോടൊരു സോറി പറയാൻ പറഞ്ഞത്. നമ്മുടെ നാടകം നിങ്ങൾ ചെയ്തത് അവള് കാരണല്ലേ. അവള് പറഞ്ഞത് കൊണ്ടല്ലേ നാടകം ചെയ്ത് ഇങ്ങനെയൊക്കെ ആയത്. നിങ്ങളും അച്ഛനും തമ്മിൽ വഴക്കായതും. സുബി, സിഹി, നിങ്ങൾ എന്നോട് സോറി പറയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ അച്ഛന് ബുദ്ധിയില്ല. ആരെന്ത് പറഞ്ഞാലും അതിന് തലയാട്ടും. എന്താ ശരി എന്താ തെറ്റ് എന്ന് അവൻ അറിയില്ല. അവൻ മണ്ടനാണോ ബുദ്ധിമാനാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അച്ഛനും പാവമല്ലേ അങ്കിൾ. അവരെല്ലാവരും നല്ലവരായിട്ടാ കാണുന്നേ. അവർക്ക് ഭാർഗവി ആന്റിയെ കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. നീയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അവന് വേണ്ടി സംസാരിക്കാൻ. ഈ സമയത്ത് നീ ഇവിടെ എന്താ ചെയ്യുന്ന സുബി? അച്ഛാ, ഞാൻ ഇവിടെ വെറുതെ നിൽക്കുമായിരുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല. ശരി വാ, ഞാൻ കഥ പറഞ്ഞു ഉറക്കിത്തരാം. സുബി, നിന്റെ കയ്യിലെന്താ? എന്താ നീ മറച്ചു പിടിക്കുന്നേ? ഒന്നുമില്ല. രണ്ട് കൈ മുന്നോട്ട് കാണിച്ചേ, ഞാൻ കാണട്ടെ നിന്റെ കയ്യിൽ എന്താന്ന്. രണ്ട് കൈയും കാണിക്കാൻ. മൊബൈലോ? ആരോടാ നീ സംസാരിക്കുന്നേ? ഫോണിങ്ങനെ. സീതമ്മയോട് ചോദിക്കാതെ അവളുടെ ഫോണുമായിട്ട് നീ എന്തിനാ വന്നത്? അവൾ അറിഞ്ഞ വഴക്കുറയല്ലേ നിന്നെ? അച്ഛാ, നിങ്ങളും ആഘോഷങ്ങളും ഇപ്പൊ വഴക്കായതല്ലേ, അതുകൊണ്ടാ. അതിനിപ്പോ എന്താ? ഇവിടെ അവനാ തെറ്റ് ചെയ്തത്. ആ തെറ്റവനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവൻ പോയി മേമയോട് സോറി പറയട്ടെ. എന്തായാലും ഞാൻ കോള് കെട്ട് ചെയ്യാൻ പോവാ. ഇവിടെ വാ, ഉറങ്ങാൻ സമയം. മുളിങ്ങി വന്നേ. വരാൻ. അയ്യോ, എന്റെ അച്ഛനെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വിളമ്പട്ടെ? രാമ, ഏയ് കഴിക്കടാ. എന്താ മോളെ സീത, ഇന്ന് സൂര്യൻ എവിടെ ഉദിച്ചേർന്ന് നോക്കിയായിരുന്നോ? ഇന്ന് സൂര്യൻ ഉദിച്ചിട്ടേ ഇല്ല മുത്തശ്ശ. കാരണം അശോക് വന്നില്ലല്ലോ.
അവനില്ലെങ്കിൽ എനിക്കെന്താ? ഞാൻ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചെങ്കിൽ ഇരുന്ന് പോയതാ. അവൻ വന്നില്ലെങ്കിൽ ഞാൻ വിഷമിക്കേണ്ട കാര്യം എന്താ? നീ വിഷമിച്ചിരിക്കുകയായിരുന്നോ? നിനക്ക് വിഷമുള്ള കാര്യം ഞങ്ങൾക്കാർക്ക് മനസ്സിലായില്ല. നീ വേറെന്തോ ആലോചിച്ച് വിഷമിച്ചതാ, അല്ലാതെ അശോക് വരാത്തോണ്ടല്ല അല്ലേ? എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നിങ്ങൾക്ക് ആർക്കും അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലേ? ഇപ്പൊ അത് പറയേണ്ട ആവശ്യം എന്താ? എല്ലാവരും ഒന്ന് കഴിക്കാൻ നോക്കി. ആവട്ടെ ആവട്ടെ, ആദ്യം നീ കഴിക്കാൻ നോക്ക്. അശോകനെ മിസ് ചെയ്തൊക്കെ മതി. എവിടെ പോവാനാ, വന്നോളും. അവരുടെ വീട്ടിൽ അവനും നിന്നെ പോലെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടാവും. അത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ. അവൻ വരില്ല. വരുവായിരുന്നെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്യുമായിരുന്നു. മേമയോട് പോയി സോറി പറഞ്ഞേനെ. ജാടേ അവന്. അപ്പൊ പ്ലീസ്, എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഈ വഴക്ക് കണ്ടിന്യൂ ചെയ്യണ്ട. നീ ഇങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കുന്നില്ല. അപ്പു, നിങ്ങൾ മുമ്പത്തെ പോലെ തന്നെ ആവണം. ഇല്ല മേമ്മ, സോറി പറയാൻ പറഞ്ഞ സോറി പറയണം. അത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ. എനിക്ക് ആരുടെയും സോറി ആവശ്യമില്ല. പോ, നീ എന്നാദ്യം സമാധാനപ്പെടും. എനിക്കത് മതി. നിങ്ങളുടെ ഇത്രയും നാളത്തെ ഫ്രണ്ട്ഷിപ്പ് അത് ഞാൻ കാരണം ഇല്ലാതാക്കണ്ട. നീ എന്താ മോളെ പറയുന്നേ? ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാകുമെന്നോ? ഇതെന്താ ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ? വേണ്ടി വന്ന ജീവൻ വരെ കൊടുക്കുന്ന സൗഹൃദം ഇവരുടെ. എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിപ്പോയി, ശരിയായിക്കോളും. ഇതിലൊക്കെ സൗഹൃദം പറഞ്ഞിട്ട് തമ്മിൽ തെറ്റുന്ന ദുഷ്ടന്മാരല്ല എന്റെ കൊച്ചുമക്കള്. ഒരിക്കൽ രാമനും ഹനുമാനുമായി യുദ്ധസമാനമായൊരു പ്രശ്നം ഉണ്ടായി. പക്ഷേ ഹനുമാന് സ്വന്തം ദൈവമായ രാമന്റെ നേരെ കൈ ഉയർത്താൻ പറ്റുമോ? അവൻ രാമ 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 എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കും. രാമൻ ഹനുമാന്റെ നേരെ അമ്പൊക്കെ ചെയ്യും, പക്ഷെ ഒരമ്പ് ശരീരത്തിൽ കൊള്ളില്ല. കാരണം എന്താ? അവന്റെ ശരീരത്തിന്റെ ഉള്ളില് ശ്രീരാമചന്ദ്രനുള്ളതുകൊണ്ട്. രാമൻ തൊടുത്ത അമ്പ അവന് കൊള്ളുമെന്ന് തോന്നുന്നുണ്ടോ? പറ. ഹനുമാന്റെ ഭക്തി കണ്ട് രാമൻ യുദ്ധം പിൻവലിക്കും. ഇവരുടെ കഥയും എങ്ങനെയാ? ഇവരുടെ മനസ്സിലുള്ള സ്നേഹവും സൗഹൃദവും വിശ്വാസവും ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ മുൻപില് ഈ ദേഷ്യം എന്ന് പറയുന്ന അമ്പ് വീണു പോയിക്കുള്ളൂ. നിങ്ങൾ ആരും അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല. റാം, അപ്പോ കണ്ടോ മുത്തശ്ശ വെറുതെ വാശി പിടിക്കുന്നത് കണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ, ഇത്ര ചെറിയ കാര്യത്തിന് ഇവരെന്താ ഇങ്ങനെയെന്ന്. അച്ഛാ, അപ്പൂനെ നമുക്ക് കുറച്ചു നേരം വെറുതെ വിടാം. ഞാൻ അവനോട് സംസാരിച്ചെല്ലാം ശരിയാക്കിക്കൊള്ളാം. അച്ഛൻ കഴിക്കാൻ നോക്ക്. ഇവരുടെ സൗഹൃദത്തിനിടയിൽ കനല് വിരിച്ചത് ഞാനാണെങ്കിൽ ഇവര് തമ്മിലുള്ള സൗഹൃദം എങ്ങനെ ശരിയാവാനാച്ചാ? അശോക്, 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 നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ഇതെന്താ തലയിൽ തേങ്ങ വീണ പോലെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നേ? എന്താ പറ്റിയത്? ഒന്നുമില്ല. ഓ ആയിക്കോട്ടെ. ഇപ്പൊ അല്ലെങ്കിലും ഭാര്യയോടൊന്നും പറയാറില്ലല്ലോ. ബോറടിച്ച് തുടങ്ങി കാണും എന്നെ. അങ്ങനെയൊന്നും ഇല്ല മോളെ. അത് ശരി. എങ്ങോട്ട് ഇറങ്ങിയതാണെന്ന് തോന്നല്ലോ. എങ്ങോട്ടാ ഇന്നത്തെ എന്റെ കെട്ടുവിന്റെ സവാരി? എങ്ങോട്ടുമില്ല. ഇത്രയും നന്നായിട്ടൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ, എങ്ങോട്ടാ പോകുന്നേന്ന് പറ. എങ്ങോട്ടുമില്ലാന്ന് പറഞ്ഞില്ലേ മോളെ, പിന്നെയും പിന്നെ അത് ചോദിക്കുന്നത് എന്തിനാ? ഞാൻ കരുതി റാമിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയതായിരിക്കും എന്ന്. ഞാൻ എന്തിനു പോകണം അങ്ങോട്ട്? അതുമല്ല, ഞാൻ അവനെ എന്ത് ചെയ്തിട്ടാ? ശത്രുക്കളെ ചേർത്ത് പിടിച്ചിട്ട് ജീവൻ വരെ കൊടുക്കാൻ നിൽക്കുന്ന സുഹൃത്തിനെ വേണ്ടെന്ന് വെച്ചില്ലേ? പിന്നെ ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? സോ ഇപ്പൊ നിങ്ങൾക്ക് റാമിനോട് സംസാരിക്കണം തോന്നില്ല? കമോൺ അശോക്,
എന്റെ മുമ്പിൽ ഇങ്ങനെ നാടകം കളിക്കല്ലേ. നിങ്ങൾ രാമു എത്ര നല്ല സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇപ്പൊ എന്താണോ തോന്നുന്നത് അതൊക്കെ രാമനും തോന്നുന്നുണ്ടാവില്ലേ? അവിടെ രാമിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കില്ലേ? പ്ലീസ് അശോക്, ഇതൊക്കെ ഇവിടെ വെച്ച് വിട്ടേക്ക്. വന്നേ, നമുക്ക് അവരുടെ വീട്ടിലൊന്ന് പോയി അവരോട് സംസാരിച്ചിട്ട് വരാം. ഞാനങ്ങോട്ടും വരുന്നില്ല. പ്ലീസ് അശോക്, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ രാമനോട് വഴക്കിട്ടാൽ എങ്ങനെയാ? ഇപ്പൊ നീ അവനോട് ദേഷ്യപ്പെടേണ്ട സാഹചര്യം അല്ല. ഭാർഗവി മേമ രാമനോട് ഇത് വെച്ച് കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യില്ലേ? അത് കഴിഞ്ഞ നമ്മുടെ സുബിക്ക് അവര് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? സുബിക്ക് രാമന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ സീതയുടെ അവസ്ഥ എന്തായിരിക്കും അശോക്? പ്ലീസ് ഒന്ന് ആലോചിച്ച് നോക്ക്. സിഹി, നീ പറഞ്ഞത് സത്യ. ഭാർഗവി ആന്റി നമ്മുടെ പുറകെ കൂടിയിട്ടുണ്ട്. നീ നോക്കിക്കോ, വീണ്ടും അവര് നിന്നെ അന്വേഷിച്ച് വരും. വരട്ടെ, വിട്. അവര് വന്നാലും അവർക്കെന്നെ കാണാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് നീ ടെൻഷൻ ആവേ വേണ്ട. വന്നാ നമുക്ക് അവർക്ക് ശരിയായിട്ട് പണി കൊടുക്കാം. അവര് നിന്നോട് എന്തെങ്കിലും ചോദിച്ചാ ഇവിടെ ഇട്ട് നമുക്ക് വട്ടം കറക്കാം. അവരുടെ കണ്ണില് നീയാ സുബി, നീയാ സിഹി. ഓക്കേ ഓക്കേ. പറഞ്ഞു തീർന്നപ്പോഴേക്കും വന്നത് കണ്ടില്ലേ? എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല ഭാർഗവി ആന്റി, കളിച്ചോണ്ടിരിക്കുവായിരുന്നു. നീ കളിക്കുമായിരുന്നോ? അല്ല, ഇന്ന് പോണ തിരക്കിൽ നിന്റെ അച്ഛൻ നിനക്കൊരു കാര്യം തരാൻ മറന്നു. അതെന്താണെന്ന് പറ. നിനക്ക് ഒരു ഇഞ്ചക്ഷൻ തരാൻ. പാവച്ചൻ ഓഫീസിൽ കുറെ ജോലിയുള്ളതല്ലേ, ആ തിരക്കിൽ അവൻ മോൾക്ക് ഇഞ്ചക്ഷൻ തരാൻ മറന്നുപോയതായിരിക്കും. ഞങ്ങളുടെ സിഹിമോള് ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവില്ലേ? അതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെ നിനക്ക് ഇഞ്ചക്ഷൻ തരാം. വാ വാ വാ, നിനക്ക് ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? ഭാർഗവി ആന്റി, എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. ഇഞ്ചക്ഷൻ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് അറിയോ? എന്താ ചെയ്യേണ്ടത്? നീ ആരാ, നിന്റെ ജാതകം, നക്ഷത്രം, നീ എവിടുന്നാ വന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്നോട് പറയണം. പിന്നെ നീ ആരോടോ ഒരാളോട് സംസാരിക്കാറില്ലേ, അതാരോടാണെന്നും പറയണം. അഥവാ നീ അത് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, ഈ ഇഞ്ചക്ഷൻ ഞാൻ നിന്റെ കയ്യിൽ കുത്തും. ഞാനാ സിഹി എന്ന് പറ. ഇല്ല വേണ്ട, ഞാനാ സിഹി. നീ സിഹിയാണല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറ. മോള് എത്ര വർഷമായി ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങിയിട്ട്? നിനക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരു പേടിയില്ലായിരുന്നു, ഇപ്പൊ എങ്ങനെ നിനക്ക് പേടിയായി തുടങ്ങി? ധൈര്യമായിട്ട് പറ, പേടിയില്ലെന്ന്. പേടിയോ? ആർക്കാ പേടി? പക്ഷെ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. എന്നാ ശരി, അങ്ങനെയാവട്ടെ, ഇഞ്ചക്ഷൻ വേണ്ട. പക്ഷേ നിനക്കൊരു ടാസ്ക് തരാം. നീ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാ ഞാൻ നിനക്ക് ഇഞ്ചക്ഷൻ തരില്ല. ശരി, ഞാൻ എന്താ ചെയ്യേണ്ടത്? വെരി സിമ്പിൾ. നിന്റെ സീക്രട്സ് എല്ലാം എന്റെ അടുത്ത് പറയണം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ നിനക്ക് നാളെ വരെ സമയം തരാന്ന്? ഇപ്പൊ നിന്റെ സമയം കഴിഞ്ഞു. സോ കമോൺ, സീക്രട്സ് ഒക്കെ പറ. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. അങ്ങനെയാണെങ്കിൽ സത്യം എന്താണെന്ന് പറ. സീതമ്മ. അത്ര പതുക്കെ വിളിച്ചാ സീതമ്മയ്ക്ക് കേൾക്കാൻ പറ്റുമോ? കുറച്ച് ഉറക്കെ, അങ്ങ് ഉറക്കെ വിളിക്ക്. ഞാൻ അവളോട് പറഞ്ഞോളാം, രാമൻ ഇഞ്ചക്ഷൻ കൊടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞോളാം.
പക്ഷെ സിഹിമോള് ഇഞ്ചക്ഷൻ വേണ്ടാന്നും പറഞ്ഞ് കരഞ്ഞ് വാശി പിടിക്കാനെന്ന് പറയാം. അപ്പൊ പിന്നെ നിന്റെ സീതമ്മ തന്നെ നിനക്ക് ഇഞ്ചക്ഷൻ തന്നോളൂ. ഓക്കെ? സീതമ്മയെ വിളിക്കുന്നോ അതോ ഞാൻ തന്നെ ഇഞ്ചക്ഷൻ തരണോ? ഇത് രണ്ടും വേണ്ടെന്നാണെങ്കിൽ സത്യം എന്നോട് തുറന്നു പറയാം. എനിക്കൊന്നും അറിയില്ല. ഞാനാ സിഹി, ഞാനാ. റാം, ഇതാ ഭക്ഷണം കഴിക്കേ. എനിക്ക് വിശപ്പില്ല സീത. വിശപ്പില്ലാഞ്ഞിട്ടാണോ അതോ അശോകിനോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാണിക്കുന്നതാണോ? ആ, അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ചാ അശോക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ? അവനില്ലെങ്കിൽ എനിക്ക് എന്താ കഴിക്കാൻ പറ്റില്ലേ? ഞാൻ അവനൊന്നും മിസ് ചെയ്യുന്നൊന്നുമില്ല. അതെയോ? പിന്നല്ലാതെ. നീ എന്താ ചിരിക്കുന്നേ? അതിന് ഞാൻ എപ്പോഴാ പറഞ്ഞത് നിങ്ങൾ അശോകിനെ മിസ് ചെയ്യുന്നുണ്ടോന്നൊക്കെ? ഇപ്പൊ എന്താ സീത, അശോകിനെ മിസ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ആഹാരം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ കുറച്ചധികം കഴിക്കണം. ആ, അശോകൻ ഇല്ലാത്തതുകൊണ്ട് അവന്റെ ഷെയർ ഞാൻ തന്നെ കഴിക്കും. അവന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നു. ഞാൻ ഒന്ന് നോക്കട്ടെ. റാം, പതുക്കെ. പതിയെ കഴിച്ചാ മതി. ഇതെങ്ങോട്ടും ഓടി പോവില്ല. ഇപ്പൊ കൺഫേം ആയില്ല ഞാൻ അവനെ മിസ് ഒന്നും ചെയ്യുന്നില്ലെന്ന്. മോർ ഓവർ ഞാൻ ആ വൃത്തിയിട്ടവനോട് ഒരിക്കലും ക്ഷമിക്കില്ല. അല്ല സീത, മേമ അവൻ ഹെട്ടി വെച്ചല്ലേ. ഞങ്ങൾ പണ്ടത്തെ പോലെ ആവണമെങ്കിൽ അവൻ ഇവിടെ വന്ന് മേമയോട് സോറി പറയണം, എന്നാലും ഞാൻ ക്ഷമിക്കൂ. എന്ന് വെച്ചാ അശോക് വന്ന് സോറി പറയാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന്. ബെസ്റ്റ് ഫ്രണ്ടിനെ വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അല്ലേ? സീത എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ പ്ലീസ്. ശരി, വിട്ടേക്ക്. മേമയോട് ഒരു സോറി പറയാൻ ഞാൻ അശോകിനോട് പറഞ്ഞേക്കാം. അതിന്റെ ആവശ്യമില്ല സീത. അവൻ ചെയ്ത് തെറ്റാന്ന് അവന്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അവൻ സ്വമേധയാ വന്ന് മേമയോട് മാപ്പ് പറയട്ടെ. ഇതെന്ത് ഫ്രണ്ട്സാ നിങ്ങൾ രണ്ടാളും? എന്റെ പൊന്നു ദൈവമേ, എനിക്കിത് സോൾവ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ തന്നെ നോക്കിക്കോ. ഒന്ന് ശരിയാക്കാൻ നിൽക്കുന്ന സീത, ഇതൊക്കെ ഇങ്ങനെ തന്നെ പോട്ടെ. ഞാനൊന്ന് നോക്കട്ടെ അവൻ എപ്പോഴാ ബുദ്ധി വരാൻ പോകുന്നതെന്ന്. എങ്ങോട്ടാ മോളെ ഓടുന്നേ? അങ്ങനെ അങ്ങ് ഓടിയ ശരിയാവോ? ഇന്ന് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അതല്ല, ഇന്ന് നീ ആരോട് ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ടല്ലോ, അതാരോടാ? നിന്റെ കൂടെ ആരാ ഉള്ളേന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് മാത്രമല്ല, നിനക്ക് പകരം നാടകത്തിൽ അഭിനയിച്ചത് ആരാണ് അതും എനിക്കറിയണം. ഒരു പ്രാവശ്യം കള്ളം പറഞ്ഞു തുടങ്ങിയ ഒരു കള്ളം, പിന്നൊരു കള്ളം, പിന്നെ വേറെ കള്ളം, അങ്ങനെ എപ്പോഴും പറയണം. നീ വെറുതെ ബുദ്ധിമുട്ടണ്ട മോളെ. പറ, മോളുടെ കൂടെ ആരൊക്കെയുള്ളത്? നിന്റെ സീക്രട്സ് പറ. അവിടെ നീ ആരെയാ നോക്കുന്നേ? ഓ, നിന്റെ ഈ ബുദ്ധിമുട്ടൊക്കെ ആരോടെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ? നോക്ക്, നിന്റെ ഈ നാടകമൊക്കെ നിർത്തിക്കോ. സത്യം പറ, നിന്റെ സീക്രട്സ് ഒക്കെ ഇന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഈ ഭാർഗവേണ്ടി പാവം സുബിയെ എന്തിനാ ടോർച്ചർ ചെയ്യുന്നേ? ഞാനിപ്പോ എന്താ ചെയ്യാ?
രാമ. ഹേയ്, അതെങ്ങനെയാ വന്ന് എന്റെ തലയിലിടിച്ചത്? നീ നീ ഇവിടെയല്ലേ നിന്നത്? അവിടെ അവിടെ ആരാ ഉള്ളത്? പറ, അവിടുന്ന് അത് എങ്ങനെ എന്റെ തലയിൽ വന്നിടിച്ചത്? നിന്നോടാ ചോദിച്ചത്.